Hi friends, welcome to another video. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എങ്ങനെ ഒരു പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തൊരു സ്കെച്ചപ്പിലേക്ക് ടൂൾ ബാർസുകൾ അസൈൻ ചെയ്യുക, ഈ കൊണ്ടുവന്ന ടൂൾ ബാർസ് എങ്ങനെയെല്ലാം നമുക്ക് അലൈൻ ചെയ്ത് വെക്കാൻ പറ്റും, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഡീഫോൾട്ട് ട്രേ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, അതുകൂടാതെ ആക്സസ് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റും, ഈ കാണുന്നതിന് വേണ്ടി എങ്ങനെ നമുക്ക് ഒരു കൺട്രോൾസ് അല്ലെങ്കിൽ എങ്ങനെ നമ്മളുടെ ഒരു ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, വ്യൂ കാര്യങ്ങളെല്ലാം മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ അടിയിൽ മെഷർമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്ന സ്റ്റാറ്റസ് ബാറിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ടൂൾസിനെ പറ്റിയാണ്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു ദ വീഡിയോ. ഇപ്പോൾ ഞാൻ ടൂൾസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഈ ഒരു ടൂൾ ബാർസിൽ നിന്നും പിന്നെ മുകളിൽ കാണുന്ന ഈ ഒരു ടൂൾ ബാർസിൽ നിന്നാണ് കൂടുതൽ നമുക്ക് ടൂൾസുകൾ പരിചയപ്പെടുത്താനുള്ളത്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്തൊരു സ്കെച്ചപ്പാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഏതെല്ലാം ഓപ്ഷൻസ് ആണ് ടിക്ക് ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് വ്യക്തമായിട്ടൊന്നും കൂടി പറഞ്ഞു തരാം. അത് വ്യൂവിൽ ടൂൾ ബാർസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മെജോറിറ്റി ഓഫ് ദ ടൂൾസ് വരുന്നത് ലാർജ് ടൂൾ സെറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ മുകളിൽ കാണുന്ന ഒരു ഭാഗങ്ങൾ അത് വ്യൂസ് എന്ന് പറയുന്നതാണ്. ഇവിടെ വ്യൂസ് അത് ഓരോ ഐസോമെട്രിക് വ്യൂ, ബാക്ക് വ്യൂ, ഫ്രണ്ട് വ്യൂ, അങ്ങനത്തെ ഓരോരോ വ്യൂകളിലേക്ക് നമുക്ക് മോഡൽ പെട്ടെന്ന് തന്നെ ഒരൊറ്റ ക്ലിക്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഷാഡോസ് എന്ന് പറയുന്നതാണ് ഈ ഒരു മുകളിൽ കാണുന്ന ഒരു ഭാഗം. അത് ഈ ഷാഡോസ് ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും. അതെന്താണ് അതിൻ്റെ ഒരു ഉപയോഗം എന്ന് വരുന്ന വീഡിയോസിൽ വ്യക്തമായിട്ട് പറയാം. ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാമറ, ഈ ഒരു പോർഷനാണ് അത് വരുന്നത്. ക്യാമറ ഓൺ അല്ലെങ്കിൽ ഓൺ ആക്കിയിടുക. പിന്നെ ക്ലാസിഫയർ, ഇതാണ് ക്ലാസിഫയറിൻ്റെ ഒരു ഭാഗം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മോഡൽ, ഒരുപാട് വലിയൊരു മോഡൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെയറായിട്ടും ടാഗ്സ് അസൈൻ ചെയ്യാനും ഒക്കെയാണ് അതിൻ്റെ ഒരു യൂസ് വരുന്നത്. അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. പിന്നെ വരുന്നത് എഡിറ്റാണ്. എഡിറ്റിലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, മൂവ്, പുഷ്, റൊട്ടേറ്റ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ടൂൾസുകളെല്ലാം വരുന്നത്. അപ്പോൾ നിർബന്ധമായും ഈ എഡിറ്റ് എന്ന് പറയുന്നത് ഓണാക്കി ഇടുക. പിന്നെ മെഷർമെൻറ്റ്സ്, അടിയിൽ ഒരു സ്റ്റാറ്റസ് ബാറിൽ കാണിക്കുന്ന മെഷർമെൻറ്റ്സിൻ്റെ ഒരു ഏരിയയാണ്. അത് നമ്മൾ എത്ര ലെങ്ത്തിലാണ് അല്ലെങ്കിൽ എത്ര യൂണിറ്റിലാണ് നമ്മളൊരു ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനും ഒരു ഫിക്സഡ് യൂണിറ്റിൽ നമുക്കത് മെഷർമെൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും ആ ഒരു ഏരിയ ആവശ്യമാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്തിടുക. പിന്നെ വരുന്നത് ടാഗ്സ് ആണ്. ടാഗ്സ് അത് നമ്മൾ ഓരോ മോഡലിനും ഓരോ ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ്. അതും ടിക്ക് ചെയ്തിടുക. ഇത്രയും കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ടാൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇതിൽ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഉള്ള എല്ലാ ടൂൾ ബാർസും അവൈലബിൾ ആയിട്ട് കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നൊരു ടൂള് എന്ന് പറയുന്നത് ലൈൻ ടൂളാണ്. നിങ്ങൾക്ക് മുകളിലത്തെ ഈ ഒരു റോയിൽ ഒരു പെൻസിലിൻ്റെ ഒരു സിമ്പിളോട് കൂടിയിട്ടുള്ളൊരു ടൂളാണ് ലൈൻ. നമുക്കത് എടുക്കാനായിട്ട് ജസ്റ്റ് മൗസിൽ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈൻ ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നമുക്ക് കീബോർഡിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്താണ് ലൈൻ ടൂൾ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈൻ ടൂൾ സെലക്ട് ആവുന്നതാണ്. ഇതിലിപ്പോൾ എല്ലാണ് ഇതിൻ്റെ ലൈൻ ടൂളിൻ്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു. അത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആക്ച്വലി ഓരോ ടൂളിനും ഇതുപോലെ ഏത് ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പ്രിഫറൻസിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വിൻഡോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പ്രിഫറൻസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കെച്ചപ്പിൽ നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്യുന്ന എല്ലാ ഓപ്ഷൻസിൻ്റെയും ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒരു എണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാണ് അതിൻ്റെ ഷോർട്ട് കട്ടായിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രിഫറൻസിനനുസരിച്ച് അത് മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ സെലക്ട് ചെയ്തിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രിഫറൻസ് മാറുന്നതാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ ടൂളിനും ഓരോ യൂണിക്കായിട്ടുള്ളൊരു ഷോർട്ട് കട്ട് ആയിരിക്കണം. ഇപ്പോൾ ലൈൻ ടൂളിന് എൽ കൊടുത്തതുപോലെ ഇപ്പോൾ വേറൊരെണ്ണത്തിന് എൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആ ഒരു യൂണിക്കായിട്ടുള്ളൊരു ഷോർട്ട് കട്ട് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മുടെ ഒരു പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഏതാണോ എളുപ്പം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഓരോന്നിനും ഇവിടെ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു എൽ എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ലൈൻ ടൂള് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു പെൻസിലിൻ്റെ സിമ്പിളോട് കൂടി ലൈൻ ടൂൾ വന്നിരിക്കുകയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് മൗസ് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ പ്ലേസ് ആയി. അവിടെ നിന്ന് നമുക്ക് നീട്ടും തോറും നമുക്കൊരു ലൈൻ വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഞാൻ ലൈൻ വരയ്ക്കുമ്പോൾ ഒരു ഗ്രീൻ കളറാണ് വരുന്നത്. അതിനർത്ഥം ഈ ഒരു ആക്സിസിനോട് ഇത് പാരലൽ ആയിട്ടുള്ളൊരു ലൈനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കളറുകൾ ഈ ഒരു 3 ആക്സിസിൻ്റെയിൽ പെടാത്ത ഒറ്റ കളറിലാണ് വരുന്നത്. അതിനർത്ഥം ഒരു ആക്സിസിനോട് പാരലൽ അല്ലാത്തൊരു രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് ചരിച്ച് കഴിയുമ്പോൾ ഒരു റെഡ് കളറിൽ വരുന്നുണ്ട്. അതിനർത്ഥം ഈ ഒരു റെഡ് ആക്സിസിനോട് പാരലലായിട്ട് അത് പോകുന്നു എന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ടൊക്കെ നിൽക്കുമ്പോൾ അത് വരുന്നില്ല. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോഴാണ് ഗ്രീൻ ആക്സിസ് വരുന്നത്. ഗ്രീൻ ആക്സിസിനോട് പാരലായിട്ടുള്ളൊരു ലൈൻ വരുന്നത്. അപ്പോൾ അതിനോട് വരച്ചു കൊടുത്തു. ഇനി മുകളിലേക്ക് വരയ്ക്കുമ്പോൾ ബ്ലൂ ആക്സിസ് വന്നു. ഇപ്പോൾ നമ്മൾ ഈ ഒരു ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെരിഞ്ഞിട്ടാണ് തോന്നുന്നത്. അപ്പോൾ പക്ഷേ അതൊരു നമ്മളെ ഈ ഒരു വ്യൂവിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ആക്ച്വലി ഇത് 90 ഡിഗ്രി വെർട്ടിക്കലായിട്ട് ഒരു റൈറ്റ് ആംഗിൾ ഇതിലാണ് നിൽക്കുന്നത്. അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ ഞെക്കി ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കുക. സ്ക്രോൾ ബട്ടൺ ഞെക്കുക, ഒന്ന് മൗസ് മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു 3 ആക്സിസ് പോലെ തന്നെയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് 90 ഡിഗ്രി ആണോ അല്ലെങ്കിൽ ഒരു ആക്സിസിന് പാരലാണോ എന്നറിയുന്നതിന് വേണ്ടി ഈ കളറുകൾ നമ്മൾ ലൈൻ ടൂൾ യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ ആ കളറുകൾ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. ആ കളറുകൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു ലൈനിനോട് പാരലായിട്ടും ഈ ഒരു മുകളിലേക്ക് പോകുന്ന ആക്സിസിനോട് പാരലായിട്ടും ആണ് പോകുന്നതെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലൈൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ഒരു മെഷർമെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്ന ഒരു മെഷർമെൻറ്റിൻ്റെ ഒരു സ്പേസിൽ അത് എത്ര ലെങ്ത്തിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നത് എന്ന് നമുക്കിവിടെ വിസിബിളായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ആ ഒരു ലെങ്ത്തിലേക്കല്ല ഒരു ഫിക്സ്ഡ് ആയിട്ടൊരു ലെങ്ത്തിലേക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു 100 സെൻറ്റിമീറ്റർ, ഫോർ എക്സാമ്പിൾ 100 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ലെങ്ത്ത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 100 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി ആ ഒരു മെഷർമെൻറ്റിൽ ഒരു ലൈൻ അവിടെ വരുന്നതാണ്. അതിനുശേഷം ഈ ഒരു ആക്സിസിലേക്ക് സെലക്ട് ചെയ്ത് 100 എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് പിന്നെയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒരു ലൈൻ വരുന്നതാണ്. അതുപോലെ നമുക്ക് ഇങ്ങനെ എക്സാക്റ്റ് മെഷർമെൻറ്റ്സ് കൊടുത്തിട്ട് ഇതുപോലെ വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു 100 4 സൈഡും കണക്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് ഒരു കോപ്ലാനാർ എഡ്ജസ് എന്നുള്ളത്. അത് പറയുകയാണെങ്കിൽ ഒരു ലൈൻ നമ്മൾ വരച്ചു, ഒരു പോയിന്റിലേക്ക് അത് ഫിക്സ് ചെയ്തു, പിന്നെ ആ ഒരു പോയിന്റിൽ തന്നെ വേറൊരു കണ്ടിന്യൂഷനായിട്ടൊരു ലൈൻ വരച്ചു, ഒരു കണ്ടിന്യൂഷനായിട്ടൊരു ലൈൻ വരച്ചു, ഇതിന് നേരെ ഈ ഒരു എഡ്ജിലേക്ക് കണക്ട് ചെയ്തു. ഈ കണക്ട് ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇതിവിടെ ഒരു ഫേസ് വന്നിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു എഡ്ജസിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഈ 4 എഡ്ജസും ഇരിക്കുന്നത് ഒരൊറ്റ പ്ലെയിനിലാണ്. ദാറ്റ് മീൻസ് ഒരു എക്സ് ആക്സിസ് പ്ലെയിനിൽ ആണ് ഇതിരിക്കുന്നത്. അങ്ങനെ ഒരു ഒറ്റ പ്ലെയിനിൽ ഇരിക്കുന്ന എല്ലാ ജോയിൻറ്റ്സും കൂടി മുട്ടുന്നത് ഒരൊറ്റ പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിനെയാണ് നമ്മൾ കോപ്ലാനാർ എഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു നോൺ കോപ്ലാനാർ എഡ്ജ് വരിക എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഒരു ലൈൻ ടൂൾ സെലക്ട് ചെയ്തു, ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ആക്സിസിൽ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തൊരു എഡ്ജ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ടൊരെണ്ണം മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ മുകളിലേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടേക്കും ഒരു ക്ലോസ് ചെയ്തു. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചരിച്ചു നോക്കിയാൽ അറിയാം ഇത് എക്സ് ആക്സിസിൽ പോയിട്ടുണ്ട്, വൈ ആക്സിസിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ സെഡ് ആക്സിസിലും പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പല പ്ലെയിൻസിലും വന്നു നിൽക്കുന്ന ഇതാണ് നോൺ കോപ്ലാനാർ എഡ്ജസ് എന്ന് പറയുക. ഇപ്പോൾ ഇതിന് തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങളിതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ആദ്യം ഒരു കോപ്ലാനാർ എഡ്ജസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇത് 4 എഡ്ജും കൂടി ക്ലോസ് ചെയ്തപ്പോൾ ഇതിനുള്ളിൽ ഒരു ഫേസ് ജോയിൻ ആയി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമതൊരു നോൺ കോപ്ലാനാർ എഡ്ജാണ് ഞാൻ വരച്ചത്.
ആ ഒരു നോൺ കോപ്ലാനർ എഡ്ജ് വരച്ചപ്പോൾ അതിനുള്ളിലൊരു ഫേസ് ഇതുവരെ ജോയിൻ ആയിട്ടില്ല. അങ്ങനെ ഒരു ഫേസ് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിനിമം ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കോപ്ലാനർ എഡ്ജസിലുള്ള അത് തമ്മിൽ ഒരു കണക്ഷൻ വേണം. ഇപ്പോൾ ഇങ്ങോട്ട് ഞാനിത് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു പ്ലെയിനിലുള്ള അത് തമ്മിലുള്ള എല്ലാം കണക്റ്റ് ആവുകയാണ് ഇപ്പോൾ ഞാനിത് ഇങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ നോക്കാം. ഇപ്പോൾ ഇവിടെ രണ്ട് ഫേസ് അതിനും മുകളിലായിട്ടും ഒരു മുകളിലുള്ള പ്ലെയിനിനും അടിയിലുള്ള പ്ലെയിനിനും ഫേസ് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് എങ്ങനെ ജോയിൻ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കണ്ടീഷൻ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫേസ് ജോയിൻ ആവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായും വേണ്ട ഒരു കണ്ടീഷൻ. കോപ്ലാനർ എഡ്ജസ് തമ്മിൽ ഒരു കണക്ഷൻ വേണം, എന്നിരുന്നാൽ മാത്രമേ ഒരു ഫേസ് അതിനുള്ളിൽ ഫോമായി വരൂ. ഇപ്പോൾ നമ്മൾ വരച്ച ലൈൻ ടൂൾ വെച്ച് വരച്ച് ജോയിൻ ചെയ്ത് ഫേസ് ജനറേറ്റ് ആയിട്ടുള്ള ഇതിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ ഉൾഭാഗം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻറ്റിറ്റി ഇൻഫോ എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ ഡിഫോൾട്ട് ട്രയൽ എൻറ്റിറ്റി ഇൻഫോയിൽ അതിൻ്റെ ഏരിയ അത് എത്രയാണെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ടാഗ് എന്നൊരു ഓപ്ഷനിൽ അത് ഏത് ലെയറുമായിട്ടാണെന്നുള്ളത് കാണാൻ പറ്റും. അതിപ്പോൾ നമ്മൾ അൺടാഗ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിവിടെ ലെയർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാഗ് എന്ന് പറയുന്നതിൽ നമ്മളൊരു പുതുതായിട്ടൊരു ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഇവിടെ ജോയിൻ ചെയ്യണം. അത് നമുക്ക് വരുന്ന വീഡിയോസിൽ ഒരുപാട് മോഡൽസ് അധികം വരുമ്പോൾ എങ്ങനെയാണ് ടാഗ് സെറ്റ് ചെയ്തിടുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിലിപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഏരിയ കാര്യങ്ങളെല്ലാം ഇതിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ 5.21 m², ഇവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ 6.56 m², അങ്ങനെ ഏരിയ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കാണാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ വരച്ച ഡ്രോയിങ്ങിൽ അതായത് ഈ ലൈനിനെ എന്തെങ്കിലും ഇറേസർ വെച്ച് കളയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ലൈൻ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇറേസർ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അത് ടൂൾ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഷോർട്ട് കട്ട് അസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് ഏത് ഷോർട്ട് കട്ട് ആണെങ്കിലും അസൈൻ ചെയ്യാം. അപ്പോൾ ആ ഒരു ഇറേസർ ടൂൾ എടുത്തിട്ട് എനിക്കിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലൈൻ കളയണം എന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഈ ഫേസ് കൂടി ഡിലീറ്റ് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ളൊരു കണക്ഷൻ, ഫേസ് ജനറേറ്റ് ആവേണ്ടതിൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു, ഇത് തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു കണക്ഷൻ വിട്ടുപോയത് കൊണ്ട് ആ ഫേസ് കൂടി ഡിലീറ്റ് ആയി പോകും. ഇപ്പോൾ ഇവിടെയും ഈ ലൈൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേസും ഡിലീറ്റ് ആയി പോകും. അങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇറേസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇത് വേണം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാം, ഇറേസർ ടൂൾ വെച്ചിട്ട് ഇത് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ ഏതൊരു ലൈനും നമുക്ക് ഡിലീറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്ന ഭാഗങ്ങൾ എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 4 കോർണേഴ്സ് തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോയാൽ ആ ഒരു ഫേസ് കൂടി ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഇറേസർ ടൂളിൻ്റെ തന്നെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇറേസർ ടൂൾ ഇല്ലാതെയും സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സെലക്ട് ചെയ്യാൻ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒരെണ്ണത്തിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ആവുന്നതാണ്. മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് എന്തെങ്കിലും സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഞെക്കി പിടിച്ചുകൊണ്ട് അടുത്ത ഭാഗം സെലക്ട് ചെയ്താൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ സെലക്ട് ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അറിയാതെ ഇപ്പോൾ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ കൂടെ ഈ ഒരു ഫേസ് കൂടി സെലക്ട് ആയിപ്പോയി. എനിക്ക് ഫേസ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഡീസെലക്ട് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഡീസെലക്ട് ആവും. ഇത്രയും സെലക്ട് ചെയ്ത ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിലുള്ള ഡിലീറ്റ് ബട്ടൺ ജസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, വീഡിയോ അധികം ലെങ്തി ആവാതിരിക്കാൻ ഞാൻ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത ടൂൾസിൻ്റെ ഉപയോഗവും അതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. സോ പ്ലീസ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസിന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട് സർക്കിളിൽ തന്നെ സ്കെച്ചപ്പ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.